ശ്രീ ഹാഷിം അരിയിൽ ഇത്തവണ ഏതു രീതിയിലുള്ള പ്രതീക്ഷകളാണ്? കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾക്കപ്പുറമാകും വിജയം LDFന് സുനിശ്ചിതമാകും, വീണ്ടും ഒരു ഭരണ തുടർച്ചയുണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഇടതുപക്ഷം നീങ്ങുമ്പോൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു നേരിയ മാർജിനിലാണെങ്കിൽ പോലും തങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. എവിടെയെങ്കിലും കടുത്ത രീതിയിലുള്ളൊരു പ്രതിരോധത്തിൽ ആകുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. LDF ഇത് ഒരിക്കലും എക്സിറ്റ് പോളുകളെ ആശ്രയിച്ചുകൊണ്ടല്ല ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും അതുപോലെ തന്നെ വിജയിക്കുമെന്ന് പറഞ്ഞതും. LDFന് അതിൻ്റെതായ നിശ്ചിതമായ സംവിധാനമുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ബൂത്തിലും പാർട്ടിക്ക് ലഭിച്ച വോട്ടുകളെ കുറിച്ചുള്ള ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടർഭരണം വീണ്ടും LDF വരും എന്ന് നമ്മൾ പറയുന്നത്. നേരത്തെ ഇവിടെ സുഹൃത്ത് പറഞ്ഞ പോലെ ഈ മതകീയമായ ദ്രവീകരണം നടത്തിയിട്ടൊന്നല്ല LDF ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. LDF തെരഞ്ഞെടുപ്പിന് മുന്നേ പലപ്പോഴും സമയബന്ധിതമായി നിശ്ചിത ഗ്യാപ്പിട്ടുകൊണ്ട് വികസനം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. നവകേരള രൂപീകരണവും അതുമായി ജനങ്ങളിലേക്ക് അതിന്റെ സന്ദേശം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ആദ്യമായി മുഴുവൻ മന്ത്രിമാരും കേരളം മുഴുക്കെ സഞ്ചരിച്ച് തങ്ങൾ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് ജനങ്ങളോട് നേരിട്ട് ചോദിക്കാനും സംവദിക്കാനുമുള്ള ഒരു സംവിധാനം ഒരുക്കിയ സംസ്ഥാനമാണിത്. അങ്ങനെ ജനങ്ങളോട് നേരിട്ട് സംവദിച്ചുകൊണ്ട് ഇവിടെ ഇന്നിന്ന് വികസനം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നതിനിടയിൽ ചില ഡൈവേഷൻ വരുത്താൻ ചിലർ ശ്രമിച്ചിരുന്നു. ഡീല് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില തെറ്റിദ്ധാരണകൾ ഇവിടെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വളർത്താൻ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ചിലരുടെ ഇടയിൽ വരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം പ്രചരണത്തിന്റെ ശക്തി, സോഷ്യൽ മീഡിയയുടെ ശക്തി അത്രമാത്രമാണ്. അതിന് മാത്രം കോടികൾ ചെലവഴിക്കാനും അത്തരം ആളുകൾ ഇവിടെ ശ്രമം നടത്തിയിട്ടുണ്ട്. ആ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ചില തെറ്റിദ്ധാരണകൾ ചില ആളുകൾക്കിടയിലുണ്ട്. ഒന്ന്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏതെങ്കിലും മതരാഷ്ട്രീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ജയിക്കേണ്ടുന്ന ഗതികേട് ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷം അത്തരത്തിൽ മതവർഗീയ ശക്തികളോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കൂട്ടുകൂടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ എക്സിറ്റ് പോളുകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന, ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികളും, ആ കമ്പനികൾ പറയുന്ന ഒരു കാര്യം, മതന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ മതം തിരിച്ചോ ജാതി തിരിച്ചോ ഉള്ള ഒരു വോട്ടെടുപ്പ് ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം LDF വോട്ട് ചോദിച്ചത് വികസനത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ആ വികസനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന പെൻഷൻ, തന്നെ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന, സ്റ്റുഡൻസിന് ലഭ്യമാകുന്ന പെൻഷൻ, ആരോഗ്യ രംഗത്തുണ്ടായിരുന്ന പുരോഗതികൾ, വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന പുരോഗതികൾ, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം വോട്ട് ചോദിച്ചത്. അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസവും, ചിലപ്പോൾ വിശേഷ സമയങ്ങളിൽ അതിനു മുന്നേ അവരുടെ കയ്യിലേക്ക് എത്തിയ ഒരു ആശ്വാസ ധനമുണ്ട്, അവരുടെ പെൻഷൻ. ഒരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് പറയുമ്പോഴും അത് ആത്മാർത്ഥതയോടെയാണോ, നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണോ? കാരണം വർഗീയതയെ ഞങ്ങൾ കൂട്ടുപിടിച്ചില്ല എന്ന് പറയുമ്പോൾ SDPI വോട്ടുകൾ എങ്ങോട്ടാണ് വന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ അറിയാം എന്നുള്ള കാര്യമാണ്. SDPI വോട്ട് തങ്ങൾക്കാകുന്നതിൽ എന്താണ് തെറ്റ്? അല്ലെങ്കിൽ ആരെങ്കിലും തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, എടുത്തു കാണിക്കാൻ എന്തെല്ലാം വികസന നേട്ടങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വലിയ രീതിയിലുള്ള ആശാസമരം എങ്ങും എത്താതെ പോയത് നമ്മൾ കണ്ടതാണ്. ഗവൺമെന്റ് വലിയ പ്രതിരോധത്തിലാകുന്ന കാഴ്ച, ആരോഗ്യവകുപ്പ് അപ്പാടെ പാളുന്ന കാഴ്ച, വിദ്യാഭ്യാസ മേഖല തകരുന്ന കാഴ്ച, ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിയുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ഈ വികസന കാര്യങ്ങൾ മാത്രമാണ് മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്, അതുകൊണ്ട് ജനങ്ങൾ അതൊക്കെ വിലയിരുത്തും എന്ന് പറയുമ്പോൾ അത് ഒരു കപട ആത്മവിശ്വാസം കൂടിയല്ലേ? ഒരിക്കലും. കാരണം നിങ്ങൾ പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്ത് കുത്തഴിഞ്ഞ എന്താ? പാഠപുസ്തകം നേരത്തെ കൊടുത്തതാണോ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസം? അതുപോലെ തന്നെ യൂണിഫോം നേരത്തെ കൊടുത്തതാണോ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസം?
ഇവിടുത്തെ സംവിധാനങ്ങളിലുള്ള എല്ലാ നിലക്കുമുള്ള നമ്മുടെ കുട്ടികൾക്കുള്ള എല്ലാവിധ ഉച്ചഭക്ഷണം, ഉച്ചക്കഞ്ഞി പോലും ശരാശരി മറ്റു സംസ്ഥാനങ്ങളിൽ കിട്ടാതിരിക്കുമ്പോൾ ഇവിടെ കുട്ടികൾ ഇങ്ങോട്ട് മന്ത്രിയെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണോ? ഇവിടുത്തെ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസം രോഗശൈലിയിൽ കിടക്കുന്ന ഒരു കുട്ടിക്ക് കലാമത്സരത്തിൽ ലോകത്തെവിടെയും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ഒരു കുട്ടിക്ക് മത്സരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തതാണോ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസം? ആരോഗ്യ രംഗത്ത് എന്താണ് നിങ്ങൾ പറയുന്നത്? ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയശാസ്ത്ര അവയവശാസ്ത്ര ക്രിയക്ക് സൗകര്യമുള്ള ഒരു സംവിധാനം ഒരുക്കിയതാണോ? ഇവിടുത്തെ ആരോഗ്യ രംഗത്തുള്ള കുത്തഴിഞ്ഞ സംവിധാനം എല്ലാ ആശുപത്രികൾക്കും അതിമനോഹരമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചതാണോ ഇവിടെയുള്ള കുത്തഴിഞ്ഞ ആരോഗ്യരംഗം? ഇനിയും എടുത്തു പറയട്ടെ, ഡയാലിസിസ് സെന്ററുകൾ, സൗജന്യ ഡയാലിസിസ് സെന്ററുകൾ താലൂക്കുകൾ അടിസ്ഥാനപ്പെടുത്തി ഓരോ താലൂക്കിലും സൗജന്യ ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിച്ചതാണോ ഇവിടുത്തെ കുത്തഴിഞ്ഞ ആരോഗ്യരംഗം? നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ കേരളത്തിലേ സാധ്യമാകുന്നുള്ളൂ. മറ്റു സംസ്ഥാനങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കഴിഞ്ഞ ദിവസം ബാങ്കിലേക്ക് അസ്ഥികൂടം എടുത്തു പോകേണ്ടി വന്നു ഒരു സംസ്ഥാനത്ത്, ഒഡീഷയിൽ. അസ്ഥികൂടം എടുത്തിട്ട്, സ്വന്തം സഹോദരിയുടെ അസ്ഥികൂടം എടുത്തിട്ട് എന്റെ സഹോദരിയുടെ പേരിലുള്ള ഡെപ്പോസിറ്റ് പണം ബാങ്കിൽ നിന്ന്, നമ്മൾ വിചാരിക്കും കോടാനുകോടി രൂപയൊന്നുമില്ലല്ലോ, വെറും 20,000 രൂപക്ക് വേണ്ടി ഒരു മൃതദേഹത്തിന് കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് ആ ബോഡി എടുത്ത് അത് അസ്ഥികൂടമായി മാറിയിരിക്കുന്നു. ആ അസ്ഥികൂടം തലയിൽ ചുമന്നുകൊണ്ട് ഒരാൾ നഗരത്തിലൂടെ നടന്നിട്ട്, അതും തലച്ചുമടായി നടന്നിട്ട് ഒരു ബാങ്കിന്റെ മുന്നിൽ പോകേണ്ടെന്ന് ഗതികേടുണ്ടായി മറ്റു സംസ്ഥാനത്ത്. ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ആ കുത്തഴിഞ്ഞതിനെ കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. കേരളത്തിൽ അതിലും ദയനീയമാണ് ശ്രീ ഹാഷിം. ഒന്ന്, ആശുപത്രിയിൽ പോകണമെങ്കിൽ, ഡോക്ടറെ കാണിക്കണമെങ്കിൽ ഇത്തരത്തിൽ തലച്ചുമട് ആയിട്ടാണ് പൂർണ്ണ ഗർഭിണികളെയും വലിയ രീതിയിൽ രോഗാതുരരായ മനുഷ്യരെയും കൊണ്ട് അവർ നെട്ടോട്ടം ഓടുന്നത്. താങ്കളിലേക്ക് എത്താം. അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് എത്താം. ഇവിടുത്തെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ, അത് വിദേശ കമ്പനികൾ